ഹലോ, ഞാനിവിടെ ക്ലാസ് എടുക്കുന്നതുള്ളത്. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഞാനിവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, ഞാൻ വെള്ളം കുടിക്കുകയാണ്, ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. ഇത് 5ാം ദിവസത്തെ ക്ലാസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ മുൻപത്തെ ക്ലാസ്സുകൾ കാണാതെയാണ് ഈ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും മുമ്പെയുള്ള ക്ലാസ്സുകൾ കണ്ടിരിക്കുക. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ നിങ്ങളുടെ തലയിലേക്ക് കയറുകയുള്ളൂ. നേരത്തെ നമ്മൾ പഠിച്ച ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഞാനവിടെ പോകാറുണ്ട്, കളിക്കാറുണ്ട്, ചിരിക്കാറുണ്ട് എന്നിങ്ങനെയുള്ള ചെയ്യാറുണ്ട്, പതിവായി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടി പഠിച്ചു. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ എങ്ങനെ പറയും? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമതായി പഠിക്കാൻ വേണ്ടി പോകുന്ന ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒന്നാമത്തത് സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മുൻപത്തെ ക്ലാസ്സിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിനെക്കുറിച്ചിട്ട്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് എന്ന് പറയുമ്പോൾ നൗ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു? ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഈ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ ഐ, യു, വി, ദേ പ്ലൂറൽ വരുമ്പോൾ ഒറ്റ ഒരു ഗ്രാമർ പാർട്ടാണ് വരുന്നത്. ഇത് മുഴുവനും ഒരുമിച്ചായിരുന്നു. എന്നാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐ എന്നതിനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തിയിട്ട് യു, വി, ദേ പ്ലൂരൽ ഇവകൾ ഒരുമിച്ചാണ്, ഐ സെപ്പറേറ്റ് ആണ്. ഐ വരുന്ന സമയത്ത് ആം ആണ് വരിക. ഐ ആം. ഐ വരുന്ന സമയത്ത് ആം ആണ് വരുന്നത്. പ്ലസ് ഇവിടെ വേർബ് വരും, ING. ഐ ആം ഈറ്റിംഗ്. ഈറ്റ് എന്ന വാക്ക് ഇവിടെ വരും. ഉദാഹരണത്തിന് ഒരു വേർഡ് ഈറ്റ്, ഇവിടെ വേർബ് ആണ് വരുന്നത്. വേർബും നൗണിനെ കുറിച്ച് അറിയാത്തവർ മുൻപത്തെ ക്ലാസ്സിൽ വീഡിയോ ഉണ്ട്, നിർബന്ധമായും കണ്ടിരിക്കുക. ഇവിടെ വേർബ് ആണ് വരുന്നത്, നൗൺ അല്ല, വേർബ് ആണ് വരുന്നത്. ഐ പ്ലസ് ആം പ്ലസ് വേർബ് പ്ലസ് ING. ഐ ആം ഈറ്റിംഗ്. ഞാനിപ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. നീ പിന്നെ വിളിക്ക്. ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് ഐ ആം ഈറ്റിംഗ്. ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തിന്നുകയാണ്, പിന്നെ വിളിക്കാം. ഞാൻ തിന്നുകയാണ്. ദെൻ യു ആർ ഈറ്റിംഗ്. നീ ഇപ്പൊ തിന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഇവിടെ ഏത് വരും? പ്ലേ. കളിക്കുക എന്നതിന്റെ വേർബ് പ്ലേ. പ്ലേയിങ്. വി ആർ പ്ലേയിങ്. നിങ്ങളൊരു സിനിമക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ട് നിങ്ങളുടെ കൂട്ടുകാരെ വീട്ടിലേക്ക് പോയപ്പോൾ ആ കൂട്ടുകാരുടെ പേരൻസ് പറയുകയാണ് അവർ പഠിക്കുകയാണ്, അവരിപ്പോൾ പഠിക്കുകയാണ്, സിനിമക്കൊന്നും വിളിക്കണ്ട, അവർ ഇപ്പോൾ പഠിക്കുകയാണ് എന്നെങ്ങനെ പറയും? ദേ ആർ. പഠിക്കുക എന്നതിന്റെ വേർബ് സ്റ്റഡി പ്ലസ് ING. സ്റ്റഡിയിങ്. ദേ ആർ സ്റ്റഡിയിങ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരെ വിളിക്കണ്ട, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്കൂളിൽ LKG UKG ക്ലാസ്സിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ LKG UKG ക്ലാസ്സിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരനോട് ചോദിച്ചു എന്തേ ആ ക്ലാസ് LKG UKG ക്ലാസ്സിൽ നിന്ന് ശബ്ദമൊന്നും എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് അവർ ഉറങ്ങുകയാണ്. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോം വരുമ്പോൾ ആറാണ് ഉപയോഗിക്കുക. കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്, അപ്പോൾ ആറാണ് ഇവിടെ ഉപയോഗിക്കുക. ഇനി ഒരു കുട്ടി മാത്രമാണെങ്കിൽ ഈ ഫോം അല്ല, കാരണം പ്ലൂറൽ അല്ല വരിക, സിംഗുലർ ആണ്. ഒരു കുട്ടി മാത്രമാകുമ്പോൾ അതിനെ സിംഗുലർ എന്നാണ് വിളിക്കുന്നത്. രണ്ടോ അതിലധികമോ ആൾക്കാർ വരുമ്പോഴാണ് പ്ലൂറൽ. ചിൽഡ്രൻ ആർ സ്ലീപ്പിംഗ്. ഉറങ്ങുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് സ്ലീപ്പ് പ്ലസ് ING. സ്ലീപ്പിംഗ്. ചിൽഡ്രൻ ആർ സ്ലീപ്പിംഗ്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, ഐ വരുമ്പോൾ ആം ആണ് വരുന്നത്. യു, വി, ദേ പ്ലൂരൽ. രണ്ടോ അതിലധികമോ ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ ആറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ വേർബ് ചേർക്കും പ്ലസ് ING. ഇതിൽ ഈ ഫോം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് പറയുന്നത്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കളിക്കുകയാണ്, ചിരിക്കുകയാണ്. യു ആർ ലാഫിങ്. നിങ്ങൾ ഇപ്പോൾ ചിരിക്കുകയാണ്, യു ആർ ലാഫിങ്. നമുക്ക് കൂടുതൽ എക്സാമ്പിളിലേക്ക് കടക്കാം. നിങ്ങൾ മുറിയിൽ അടച്ചിരുന്നിട്ട് ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പപ്പ വന്ന് വിളിക്കുകയാണ്, അല്ലെങ്കിൽ മമ്മി വന്ന് വിളിക്കുകയാണ്. മോനെ നീ എന്താ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ബുക്ക് വായിക്കുകയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ വരുമ്പോൾ
ആം ആണ് വരുന്നത്. ബുക്ക് വായിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് റീഡ് പ്ലസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലസ് ING. ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. മമ്മി ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കാര്യമാണ്. ഞാൻ ഇപ്പോൾ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ആം വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ വരുന്ന കാര്യമാണ്. ഈ ഫോം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഐ ആം റീഡിങ് എ ബുക്ക്. ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് മമ്മി. ചിന്തിക്കുക, നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഞാൻ പറയുകയാണ് യു ആർ ലിസണിങ് മൈ വേർഡ്സ്. യു ആർ ലിസണിങ് മൈ വേർഡ്സ്. നിങ്ങൾ ഇപ്പോൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ചു യു വരുമ്പോൾ ആണ് വരുന്നത്. ഇവിടെ ആം അല്ല വരുന്നത്, യു വരുമ്പോൾ ആണ് വരുന്നത് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. യു ആർ ലിസണിങ്. പലരും തെറ്റിക്കുന്ന ഒരു സ്പെല്ലിംഗ് ആണ്. LIST ഉണ്ട്. ലിസണിങ് എന്ന് പറയുമ്പോൾ LIST ഉണ്ട്. ലിസ്റ്റണിങ് എന്നാണ് എഴുതുന്നതെങ്കിലും ലിസണിങ് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാം, നിങ്ങൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യു ആർ ലിസണിങ് മൈ വേർഡ്സ്. മറ്റൊരു തരത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. യു ആർ ലേണിംഗ് ഇംഗ്ലീഷ്. നേരത്തെ പറഞ്ഞു യു വരുമ്പോൾ ആണ് വരിക. യു ആർ ലിസണിങ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അതാണ് ലിസണിങ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ലേണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നു. യു ആർ ലേണിംഗ് ഇംഗ്ലീഷ്. ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യു ആർ ലിസണിങ് മൈ വേർഡ്സ്. നിങ്ങൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയാണ്. മാത്രമല്ല യു ആർ ലേണിംഗ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല മറ്റൊന്നും കൂടിയുണ്ട്. നിങ്ങൾ മൊബൈൽ ഇപ്പോൾ വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? യു ആർ വാച്ചിങ് എ മൊബൈൽ. നിങ്ങൾ ഒരു മൊബൈൽ വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. സ്കൂളിൽ എന്തോ ഒരു പ്രശ്നം നടന്നപ്പോൾ നിങ്ങൾ കുറച്ച് പേർ കൂടി ഇരുന്നിട്ട് നിങ്ങൾ എന്തോ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ വന്നിട്ട് ചോദിക്കുകയാണ് വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ പ്രിൻസിപ്പാളിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പരാതി ലെറ്റർ എഴുതുകയാണ്, ഒരു കത്ത് എഴുതുകയാണ്. പ്രിൻസിപ്പാളിന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതുകയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വി വരുമ്പോൾ ഏത് ഫോമാണ് വരുന്നത്? ആം ആണോ വരുന്നത്? അല്ല, ആണ് വരുന്നത്. വി ആർ എഴുതുക എന്നതിന്റെ ഇംഗ്ലീഷ് റൈറ്റ്. വി ആർ റൈറ്റ്. ഇവിടെ റൈറ്റ് പ്ലസ് ING. വി ആർ റൈറ്റിംഗ്. ഞങ്ങൾ പ്രിൻസിപ്പളിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതുകയാണ്. വി ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു പ്രിൻസിപ്പൽ. ഇത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ആ സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ പറയാൻ കഴിയൂ. ആ സമയത്ത് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വാട്ട് ആർ യു ഡൂയിങ് എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ഞങ്ങൾ വി ആർ റൈറ്റിംഗ് എ ലെറ്റർ. ഇപ്പോൾ ഞങ്ങൾ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ 6ാം ക്ലാസ്സിലെ കുട്ടികളെ ഒന്ന് വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ് അവർ റൂം ക്ലീൻ ചെയ്യുകയാണ്, അവർ ക്ലാസ് റൂം ക്ലീൻ ചെയ്യുകയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദേ വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ദേ ആം എന്നല്ല ഉപയോഗിക്കുക, ദേ ആർ. ദേ ആർ വൃത്തിയാക്കുക എന്നതിന്റെ വെർബ് ക്ലീൻ. ക്ലീൻ പ്ലസ് ING. ദേ ആർ ക്ലീനിങ് ദ ക്ലാസ് റൂം. അവർ ക്ലാസ് റൂം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് വരാൻ വേണ്ടി കഴിയുകയില്ല ടീച്ചറെ, അവർ ക്ലാസ് റൂം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും? ദേ ആർ ക്ലീനിങ് ദ ക്ലാസ് റൂം. വീട് നിർമ്മിക്കുന്ന തൊഴിലാളികളെ പണിയെടുക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ അമ്മ ചോദിക്കുകയാണ് അവരെന്താണ് ചെയ്യുന്നത്? നിങ്ങളോട് ചോദിക്കുകയാണ് അവരെന്താണ് ചെയ്യുന്നത്? അപ്പോൾ അവർ ഒരു വീട് നിർമ്മിക്കുകയാണ് എന്നെങ്ങനെ പറയും? അവരൊരു വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും? ദേ ആർ നിർമ്മിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് ബിൽഡ്. ദേ ആർ ബിൽഡിംഗ് എ ഹൗസ്. അവരൊരു വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്കൂളിലെ PT പീരീഡ് സമയത്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ വെറുതെ ഒന്ന് ക്ലാസ്സിലേക്ക് വന്നിട്ട് ബോയ്സ് എല്ലാവരും എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങളോട് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബോയ്സ് എല്ലാവരും ക്രിക്കറ്റ് കളിക്കുകയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്ലൂരൽ വരുമ്പോൾ ആണ് ഉപയോഗിക്കുക. ഇവിടെ ബോയ്സ് എന്നത് പ്ലൂരൽ ആണ്. ഒരു ആൺകുട്ടിയെ പറ്റിയിട്ടല്ല, 2ഓ അതിലധികമോ ആൺകുട്ടിയാണ് ബോയ്സ് എന്ന് പറയുന്നത്. ബോയ്സ് ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ബോയ്സ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് പ്രിൻസിപ്പൽ സ്കൂളിലൂടെ നടക്കുമ്പോൾ ടീച്ചേഴ്സ് ആരും ക്ലാസ് എടുക്കുന്നത് കാണുന്നില്ല. അപ്പോൾ പ്രിൻസിപ്പൽ മാനേജറോട് ചോദിക്കുകയാണ് ടീച്ചേഴ്സ് ആരും എന്താണ് ക്ലാസ് എടുക്കാത്തത്, എന്താണ് ആരും ക്ലാസ് എടുക്കുന്നത് കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയുകയാണ് ടീച്ചേഴ്സ് എല്ലാവരും പേപ്പർ ചെക്ക് ചെയ്യുന്ന, പേപ്പർ വാലുവേറ്റ് ചെയ്യുന്ന തിരക്കിലാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ടീച്ചേഴ്സ് എന്നത് പ്ലൂരൽ ആണ്. ടീച്ചർ എന്നല്ല ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് എല്ലാ ടീച്ചറെയും കുറിച്ചിട്ടാണ് പറയുന്നത്. ടീച്ചേഴ്സ് പ്ലൂരൽ വരുമ്പോൾ ആണ് ഉപയോഗിക്കുന്നത്. ടീച്ചേഴ്സ് ആർ ചെക്കിംഗ് പേപ്പേഴ്സ്. ടീച്ചേഴ്സ് എല്ലാവരും പേപ്പർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നതാണ്, അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് I വരുമ്പോഴും യു വരുമ്പോഴും വി വരുമ്പോഴും ദേ വരുമ്പോഴും പ്ലൂരൽ വരുമ്പോഴും
എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് എങ്ങനെയാണ് പറയുന്നത്. ഐ വരുമ്പോൾ ആം ആണ് ഉപയോഗിക്കുന്നത്, യു വി ദേ പ്ലൂറൽ വരുമ്പോൾ ആർ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഏത് വേർബ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഞാൻ തിന്നുകയാണ്, ഞാൻ കുടിക്കുകയാണ്, ഞാൻ കളിക്കുകയാണ്, ഞാൻ മൂവി കാണുകയാണ് എന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് പറയുമ്പോൾ പ്ലസ് ING കൂടി ചേർത്തിട്ട് ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി പഠിച്ചു. ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ, ഞാൻ തിന്നുകയാണ് എന്നെങ്ങനെ പറയും എന്ന് നമ്മൾ പഠിച്ചു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ പറയാൻ വേണ്ടി പഠിച്ചു. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് പറയാൻ വേണ്ടി പഠിച്ചു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ഇപ്പോൾ ദേ ആർ വർക്കിംഗ്, അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടി പഠിച്ചു. പ്ലൂറൽ ബോയ്സ് ചെയ്യുന്ന ഒരു കാര്യം, ഗേൾസ് ചെയ്യുന്ന ഒരു കാര്യം, ചിൽഡ്രൻ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം, അങ്ങനെയൊക്കെ പ്ലൂറൽ വരുമ്പോൾ എന്താണ്, ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ പറയാൻ വേണ്ടി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അവൻ ചെയ്യുകയാണ്, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും. നേരത്തെ ഐ വി യു ദേ പ്ലൂറൽ വന്നപ്പോൾ ആറാണ് വന്നതെങ്കിൽ, ഐ വരുമ്പോൾ ആം വരും, മറ്റുള്ളവ വന്നപ്പോൾ ആറാണ് വന്നതെങ്കിൽ ഹി ഷീ ഇറ്റ് സിംഗുലർ വരുമ്പോൾ ഈസ് ആണ് വരുന്നത്. ഈസ് പിന്നീട് വേർബ് വരും ING. അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും. ഹി ഈസ് ഈറ്റ്, ഭക്ഷണം കഴിക്കുക, ഈറ്റ്. ഹി ഈസ് ഈറ്റിംഗ്, ഷീ ഈസ് ഈറ്റിംഗ്. അവൻ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും. ഹി ഈസ് റീഡിംഗ്, റീഡിംഗ് എ ന്യൂസ് പേപ്പർ. ഹി ഈസ് റീഡ്, ഇവിടെ റീഡ് വായിക്കുക എന്നതിന്റെ വേർബ് റീഡ് പ്ലസ് ING, റീഡിംഗ്. ഹി ഈസ് റീഡിംഗ് എ ന്യൂസ് പേപ്പർ. നിങ്ങളുടെ പെങ്ങൾ, നിങ്ങളുടെ അനിയത്തി കുളിക്കാൻ വേണ്ടി കയറിയപ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അമ്മയോട് ചോദിക്കുകയാണ്, എന്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്? അപ്പോൾ അവൾ പാട്ട് പാടുകയാണ് എന്ന് നിങ്ങളുടെ അമ്മ പറയുന്നു. അതെങ്ങനെ പറയും? അവൾ പാട്ട് പാടുകയാണ്, അവൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ബാത്റൂമിൽ നിന്ന്. എങ്ങനെ പറയും? ഷീ ഈസ്, പാട്ട് പാടുക എന്നതിന് സിംഗ് എന്നാണ് പറയുന്നത്. ഷീ ഈസ് സിംഗ് ഇങ് പ്ലസ് സിംഗ് പ്ലസ് ING, ഷീ ഈസ് സിംഗിങ്. അവൾ ഡാൻസ് കളിക്കുകയാണ് എന്നെങ്ങനെ പറയും. ഷീ ഈസ്, ഇവിടെ വരുന്നത് ഡാൻസ് എന്ന വാക്കാണ്, ഡാൻസിങ് പ്ലസ് ING, ഷീ ഈസ് ഡാൻസിങ്. നിങ്ങൾ രാത്രിയിൽ മുകളിലോട്ട് നോക്കിയപ്പോൾ നക്ഷത്രം വളരെ ഭംഗിയായിട്ട് തിളങ്ങുന്നത് കാണുന്നു. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുന്നു, ലുക്ക് അറ്റ് ദ സ്റ്റാർ, ഇറ്റ് ഈസ് ഷൈനിങ്. ഇത് നന്നായി തിളങ്ങുകയാണ്. ഇറ്റ് ഈസ് ഷൈൻ, ഷൈൻ ചെയ്യുന്നത് തിളങ്ങുക. ഇറ്റ് ഈസ് ഷൈനിങ്, അത് നന്നായി തിളങ്ങുകയാണ്. ഇറ്റ് എന്ന് വരുമ്പോൾ ഇത് ആനിമൽസിനെ യൂസ് ചെയ്യും, വസ്തുക്കൾക്കും യൂസ് ചെയ്യും. ആനിമൽസിനെ കുറിച്ചിട്ട് പറയുമ്പോഴും വസ്തുക്കളെ കുറിച്ചിട്ട് പറയുമ്പോഴുമാണ് ഇറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഷൈനിങ്, ലുക്ക് അറ്റ് ദ സ്റ്റാർ, ഇറ്റ് ഈസ് ഷൈനിങ്. ഇത് നന്നായിട്ട് തിളങ്ങുകയാണ്. കടലിലൂടെ ഒരു കപ്പൽ അതിവേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കരയിലാണുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു, ലുക്ക് അറ്റ് ദ ഷിപ്പ്. നിങ്ങൾ ആ ഷിപ്പിനെ നോക്കിയാട്ടെ, അത് വേഗത്തിൽ നീങ്ങുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും. ഇറ്റ് ഈസ് മൂവിങ് ഫാസ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂവ് എന്നത് നീങ്ങുക. ഇറ്റ് ഈസ് മൂവിങ് ഫാസ്റ്റ്. ഇവിടെ മൂവ് എന്ന വാക്ക് പ്ലസ് ING വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, അവസാനം ഈ വരുന്ന സമയത്ത് ഈ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ING ഉപയോഗിക്കാൻ. മൂവിങ് എന്ന് പറയുമ്പോൾ ഈ കട്ട് ചെയ്തിട്ടാണ് മൂവിങ് എന്ന് എഴുതുന്നത്. രാത്രിയിൽ പട്ടി കുരക്കുന്നത് കേട്ട് നിങ്ങൾ ഞെട്ടി എണീറ്റു. അപ്പോൾ നിങ്ങൾ പപ്പയെ വിളിച്ചു. അപ്പോൾ പപ്പ ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം എന്ന്. അപ്പോൾ നിങ്ങൾ പറയാണ്, പട്ടി കുരക്കുന്നുണ്ട്, പട്ടി ഇപ്പോൾ കുരച്ചുകൊണ്ടിരിക്കുന്നു, പട്ടി കുരക്കുന്നുണ്ട്. അപ്പോൾ കള്ളം വന്നതായിരിക്കാം, പട്ടി കുരക്കുന്നുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? പട്ടി എന്ന വേർഡ് ഡോഗ്, അത് സിംഗുലർ ആണ്. ഇവിടെ നമ്മൾ പഠിച്ചു, സിംഗുലർ വരുമ്പോൾ ഈസ് ആണ് വരുന്നത്. മനുഷ്യനായാലും മൃഗമായാലും ഒരാൾ വരുമ്പോഴാണ് സിംഗുലർ വരുന്നത്. രണ്ടു പേരോ അതിലധികമോ വരുമ്പോൾ പ്ലൂറൽ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആറാണ് വരുന്നത് പ്ലൂറൽ വരുമ്പോൾ. ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. കുരക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് ബാർക്ക് പ്ലസ് ING, ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. അപ്പോൾ അവൻ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമ്മൾ പഠിച്ചു, ഹി വരുമ്പോൾ ഈസ് ആണ് വരുന്നത്. ഹി ഈസ് ഈറ്റിംഗ് ലഞ്ച്. നിങ്ങളുടെ അച്ഛൻ വന്നിട്ട് അനിയത്തി എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, അവൾ TV കാണുകയാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഷീ ഈസ് വാച്ചിങ് TV. ഷീ വരുമ്പോൾ ഈസ് ആണ് വരുന്നത്. അവൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവൾ ഇപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അമ്മ മീൻ മുറിച്ചതിന് ശേഷം പൂച്ചയെ തപ്പി നടക്കുകയാണ്. പൂച്ച എവിടെ? അപ്പോൾ നിങ്ങൾ പറയുകയാണ്, അതവിടെ ഫ്ലോറിൽ ഉറങ്ങുകയാണ്, അതവിടെ ഫ്ലോറിൽ ഉറങ്ങുകയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ ഫ്ലോർ. അതവിടെ നിലത്ത് ഉറങ്ങുകയാണ്. ഇറ്റ് വരുമ്പോൾ ഈസ് ആണ് വരുന്നത്. കുഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ശ്രദ്ധിക്കുക, ബേബി എന്നത് ഒരാളാണ്, സിംഗുലർ ആണ്. പ്ലൂറൽ വരുമ്പോൾ ആറാണ് വരുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സിംഗുലർ വരുമ്പോൾ ഈസ് ആണ് വരുന്നത്. ബേബി ഈസ് ക്രൈയിങ്.
കരയുക എന്നതിന്റെ ഇംഗ്ലീഷ് ക്രൈയിങ് ലൗഡ്ലി, ഉറക്കെ. ബേബി ഈസ് ക്രൈയിങ് ലൗഡ്ലി, കുഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ തിന്നുന്നു, ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവൻ കരയുകയാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞ് കരയുകയാണ്, അവൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. മനസ്സിലാകാത്തവർ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പർ ഉണ്ട്, അതിൽ ചോദിക്കുക. നിങ്ങളുടെ പേരോ പ്ലേസോ ഒന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ നമ്പറിൽ ചോദിക്കുക. കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, തുടരെ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ ചെയ്യുന്ന. പ്രസന്റ് മീൻസ് ഇപ്പോൾ നടക്കുന്ന, ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ എങ്ങനെ, ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ മൊബൈൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, അവൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ എങ്ങനെ പറയണം എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായും അത് കാണുക. അത് കാണുന്നതിലൂടെ ഈ 30 ദിവസത്തെ നമ്മുടെ ക്ലാസ്സുകളിലൂടെ ഇംഗ്ലീഷ് പച്ചവെള്ളം പോലെ നിങ്ങൾക്ക് സ്വന്തമായി എഴുതാനും സ്വന്തമായി സെന്റൻസ് ഉണ്ടാക്കാനും കഴിയുമെന്ന് ഞാൻ വാക്ക് തരുന്നു. അപ്പോൾ നിർബന്ധമായും വീഡിയോസ് മുഴുവനായിട്ട് കാണുക, എഴുതി വെക്കുക. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഒരു നോട്ട്ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.